ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ടൈം മാഗസിന്റെ പ്രഥമ കിഡ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ഇന്ത്യൻ വംശജയായ 15 വയസ്സുകാരി ഗീതാഞ്ജലി റാവോയാണ്. അപ്പോൾ ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദി ഇയറിന് അർഹയായിരിക്കുന്നത് ആരാണ്? ഇന്ത്യൻ വംശജയായ 15 വയസ്സുകാരി ഗീതാഞ്ജലി റാവോയാണ്. കുടിവെള്ള മലിനീകരണം, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ദുരുപയോഗം, സൈബർ ആക്രമണം തുടങ്ങിയ വിവിധ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതിനുമാണ് ഗീതാഞ്ജലി റാവോയ്ക്ക് 2020 ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദി ഇയർ ലഭിച്ചിരിക്കുന്നത്. ഗീതാഞ്ജലി റാവോ സൈബർ ബുള്ളിയിങ് കണ്ടെത്തുന്നതിന് വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI അധിഷ്ഠിതമായ ആപ്ലിക്കേഷനാണ് കൈൻഡ്ലി എന്നുള്ളത്. അപ്പോൾ ഈ ആപ്ലിക്കേഷന്റെ പേരോട് ഓർമ്മിച്ചു ചെയ്യാം. സൈബർ ബുള്ളിയിങ് കണ്ടെത്തുന്നതിന് വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധിഷ്ഠിതമായ ആപ്ലിക്കേഷനാണ് കൈൻഡ്ലി. അപ്പോൾ 2020 ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദി ഇയർ എന്ന പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ഗീതാഞ്ജലി റാവോയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും അമേരിക്കയെ പറ്റി തന്നെയാണ്. ബൌദ്ധിക സ്വത്തവകാശ മേഖലയിൽ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മേഖലയിൽ ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മേഖലയിൽ സഹകരണത്തിനായിട്ട് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ ക്യാപിറ്റൽ നമുക്കറിയാം വാഷിംഗ്ടൺ DC ആണ്. കറൻസി അമേരിക്കൻ ഡോളറാണ്. പുതുതായി അധികാരമേൽക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റാണ് ജോ ബൈഡൻ. അതുപോലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ഇന്ത്യയുമായിട്ട് ധാരണയിലായ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈനയെ പറ്റിയാണ്. നമ്മുടെ അയൽ രാജ്യമായ ചൈനയെ പറ്റി തന്നെയാണ്. ചന്ദ്രോപരിതലത്തിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന. ആദ്യത്തെ രാജ്യം നമുക്കറിയാം അമേരിക്കയാണ്. അപ്പോൾ ചന്ദ്രനിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യം ചൈനയാണ്. ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായിട്ട് റീസെന്റ് ആയിട്ട് ചൈന വിക്ഷേപിച്ച അവരുടെ ചാന്ദ്ര പര്യവേഷണ ദൌത്യമാണ് ചാങ്-E 5 എന്നുള്ളത്. അപ്പോൾ ഈ പേടകമാണ് ചന്ദ്രനിൽ ചൈനയുടെ പതാക സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രനിൽ പതാക സ്ഥാപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുജറാത്ത് പോലീസിനെ പറ്റിയാണ്. റീസെന്റ് ആയിട്ട് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ഗുജറാത്ത് പോലീസ് ഒരു ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 2020 ഡിസംബറിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ച അത് ഏത് സംസ്ഥാനത്തിന്റെ പോലീസാണ്? ഗുജറാത്ത് പോലീസാണ്. ഗുജറാത്തിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഗാന്ധിനഗറാണ്. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വിജയ് രൂപാനിയാണ്. ഗവർണർ ശ്രീ ആചാര്യ ദേവ്രതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ പറ്റിയാണ്. 2020 ഡിസംബറിൽ ചെറുമൃഗങ്ങളെയും അതുപോലെ തന്നെ ഇഴജന്തുക്കളെയും വാഹനാപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് എക്കോ ബ്രിഡ്ജ് നിർമ്മിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ചെറുമൃഗങ്ങളെയും അതുപോലെ തന്നെ റെപ്റ്റൈൽസിനെയും ഇഴജന്തുക്കളെയും വാഹന അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് അവർക്ക് പാസ് ചെയ്ത് പോകുന്നതിനായിട്ട്, റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിനായിട്ട് എക്കോ ബ്രിഡ്ജ് നിർമ്മിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. എവിടെയാണ് ഇത് ആദ്യമായിട്ട് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ രാംനഗർ ഫോറസ്റ്റ് ഡിവിഷനിലെ കാലാധുങ്കി നൈനിറ്റാൽ ഹൈവേയിലാണ് ഇങ്ങനെ ഒരു എക്കോ ബ്രിഡ്ജ് ഉത്തരാഖണ്ഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറുമൃഗങ്ങളെയും അതുപോലെ തന്നെ ഇഴജന്തുക്കളെയും വാഹന അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് എക്കോ ബ്രിഡ്ജ് റോഡിന് കുറുകെ നിർമ്മിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഏതൊക്കെയാണ്? ഡെറാഡൂണും ഗൈർസേനുമാണ്. ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി ശ്രീ ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്. ഗവർണർ ശ്രീമതി ബേബി റാണി മൌര്യയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ശ്രീ പ്രകാശ് സിംഗ് ബാദലിനെ പറ്റിയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ ബഹുമതി തിരിച്ചു നൽകിയ രാഷ്ട്രീയ നേതാവാണ് ശിരോമണി അകാലിദൾ നേതാവായ ശ്രീ പ്രകാശ് സിംഗ് ബാദൽ. അപ്പോൾ 2020 ഡിസംബറിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ ബഹുമതി തിരിച്ചു നൽകിയ രാഷ്ട്രീയ നേതാവാണ് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ശ്രീ പ്രകാശ് സിംഗ് ബാദൽ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാടക ഹൈക്കോടതിയെ പറ്റിയാണ്. റീസെന്റ് ആയിട്ട് കർണാടക ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു പ്രധാനപ്പെട്ട വിധി. പ്രായപൂർത്തിയായ ഒരു വ്യക്തി ആരെ വിവാഹം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ മൌലിക അവകാശമാണ് എന്ന വിധിയാണ് റീസെന്റ് ആയിട്ട് കർണാടക ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ആരെ വിവാഹം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? കർണാടക ഹൈക്കോടതിയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രസതന്ത്രജ്ഞനായ യൂസുഫ് ഹമീദിനെ പറ്റിയാണ്. അദ്ദേഹം മുംബൈ ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായ സിപ്ലയുടെ ചെയർമാനാണ്. 2020 ഡിസംബറിൽ ലണ്ടനിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അവരുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് 2050 വരെ ഇദ്ദേഹത്തിന്റെ പേരിൽ നാമകരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ലണ്ടനിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് 2050 വരെ ഇനി ആരുടെ പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? രസതന്ത്രജ്ഞനായ യൂസുഫ് ഹമീദിന്റെ പേരിലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു നാവികാഭ്യാസമാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ 2020 ഡിസംബറിൽ നടക്കുന്ന നാവികാഭ്യാസമാണ് പാസെക്സ്.
പാസെക്സിന്റെ ഫുൾ ഫോം നമുക്കറിയാം പാസേജ് എക്സർസൈസ് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയും അതുപോലെ തന്നെ റഷ്യൻ ഫെഡറേഷൻ നേവിയും തമ്മിൽ നടക്കുന്ന സംയുക്ത നാവികാഭ്യാസമാണ് പാസെക്സ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഭിനേതാവായ ശ്രീ അക്ഷയ് കുമാറിനെ പറ്റിയാണ്. ഹോർലിക്സ് പ്രോട്ടീൻ പ്ലസിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായിരിക്കുകയാണ് ശ്രീ അക്ഷയ് കുമാർ. അപ്പോൾ ഹെൽത്ത് ബ്രാൻഡായ ഹോർലിക്സ് പ്രോട്ടീൻ പ്ലസിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് 2020 നിയമിതനായിരിക്കുന്നത് ആരാണ്? അഭിനേതാവായ അക്ഷയ് കുമാറാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 1-2 സംസ്ഥാന പദ്ധതിയാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. അതിലൊന്നാണ് കോസ്റ്റൽ ഷെൽട്ടർ ബെൽറ്റ് പദ്ധതി എന്നുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന കടലോര പ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റ് തടയുന്നതിനായിട്ട് തൃശൂർ ജില്ലയിൽ നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്ടിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് കോസ്റ്റൽ ഷെൽട്ടർ ബെൽറ്റ് പദ്ധതി എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, കോസ്റ്റൽ ഷെൽട്ടർ ബെൽറ്റ് പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. കടലോര പ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റ് തടയുന്നതിനായിട്ട് നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്ടിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് കോസ്റ്റൽ ഷെൽട്ടർ ബെൽറ്റ് പദ്ധതി എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് KEB ആരംഭിച്ചൊരു പദ്ധതിയാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ആരംഭിച്ചൊരു പദ്ധതിയാണ്. അതിന്റെ പേര് ഓപ്പറേഷൻ ശുദ്ധി എന്നാണ്. വൈദ്യുതി ലൈനുകളിലെ അപകടസ്ഥിതി പരിഹരിക്കുന്നതിന് പൊതുജന പങ്കാളിത്തത്തോടുകൂടി KEB ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി എന്നുള്ളത്. വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ആരാണ്? ശ്രീ MM മണിയാണ്. അപ്പോ വൈദ്യുതി ലൈനുകളിലെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് പൊതുജന പങ്കാളിത്തത്തോടുകൂടി KEB ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ശുദ്ധി എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ന്യൂഡൽഹി ആസ്ഥാനമായുള്ള അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ AFI ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ ചീഫ് കോച്ചായിട്ട് നിയമിച്ചിരിക്കുന്നത് മലയാളി പരിശീലകനായ ശ്രീ രാധാകൃഷ്ണൻ നായരെയാണ്. അപ്പോൾ ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ ചീഫ് കോച്ചായിട്ട് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നിയമിച്ച മലയാളി പരിശീലകനാരാണ്? ശ്രീ രാധാകൃഷ്ണൻ നായരാണ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് നമ്മൾ പറഞ്ഞു? ന്യൂഡൽഹിയിലാണ്. നിലവിലെ പ്രസിഡന്റ് ആദിലെ ജയ് സുമാരിവാലയാണ്. സ്പോർട്സ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ കിരൺ റിജിജു ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 ഡിസംബറിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരസൂചകമായിട്ട് കൊൽക്കത്തയിലെ മജേർഹട്ട് ബ്രിഡ്ജിന് നൽകിയ പുതിയ പേരാണ് ജയ് ഹിന്ദ് ബ്രിഡ്ജ് എന്നുള്ളത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ജനുവരി മാസം 23-ാം തീയതിയാണ്. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആദരവായിട്ട് കൊൽക്കത്തയിലെ മജേർഹട്ട് ബ്രിഡ്ജിന് നൽകിയ പുതിയ പേരാണ് ജയ് ഹിന്ദ് ബ്രിഡ്ജ് എന്നുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റിയാണ്. പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോ അദ്ദേഹത്തിന്റെ കരിയറിലെ 750 ഗോളുകൾ അദ്ദേഹം തികച്ചിരിക്കുകയാണ്. അപ്പോൾ കരിയറിൽ 750 ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ റീസെന്റ് ആയിട്ട് തികച്ചിരിക്കുകയാണ്. നിലവിൽ അദ്ദേഹം ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബ്ബായ യുവന്റസിനെ റെപ്രസെന്റ് ചെയ്യുകയാണ്. അപ്പോൾ പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കരിയറിലെ 750 ഗോളുകൾ തികച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2020 ഗോൾഡൻ ഫൂട്ട് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ 2020 ഗോൾഡൻ ഫൂട്ട് അവാർഡ് ജേതാവാരാണ്? അതും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1-2 ദിനങ്ങളാണ്. അതിലൊന്നാണ് ഡിസംബർ മാസം 5 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്റർനാഷണൽ വോളണ്ടിയർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ ഡിസംബർ മാസം 5 ഇന്റർനാഷണൽ വോളണ്ടിയർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. 2020 പ്രമേയം ടുഗദർ വി ക്യാൻ ത്രൂ വോളണ്ടിയറിംഗ് എന്നാണ്. അപ്പോൾ ഈ പ്രമേയം ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കാം. ടുഗദർ വി ക്യാൻ ത്രൂ വോളണ്ടിയറിംഗ് എന്നുള്ളതാണ് 2020 ഇന്റർനാഷണൽ വോളണ്ടിയർ ഡേയുടെ പ്രമേയം. അതുപോലെ ഡിസംബർ 5 നമ്മൾ ആചരിക്കുന്ന മറ്റൊരു ഇന്റർനാഷണൽ ഡേ ആണ് ലോക മണ്ണ് ദിനം അല്ലെങ്കിൽ വേൾഡ് സോയിൽ ഡേ. ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് കീപ് സോയിൽ അലൈവ് പ്രൊട്ടക്ട് സോയിൽ ബയോഡൈവേഴ്സിറ്റി എന്നുള്ളത്. അപ്പോൾ ഈ ക്യാമ്പയിന്റെ പേര് ഓർമ്മിച്ച് വെച്ചേക്കാം. കീപ് സോയിൽ അലൈവ് പ്രൊട്ടക്ട് സോയിൽ ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് വേൾഡ് സോയിൽ ഡേയോടനുബന്ധിച്ച് FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആരംഭിച്ച ക്യാമ്പയിൻ. ലോക മണ്ണ് ദിനം നമ്മൾ എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ മാസം 5. അതുപോലെ തന്നെ ഇന്റർനാഷണൽ വോളണ്ടിയർ ഡേയും നമ്മൾ ഡിസംബർ മാസം 5-നാണ് ആചരിക്കുന്നത്. ഇനിയൊരു പുസ്തകമാണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഡോക്ടർ A ശിവതാണു പിള്ളയാണ്. ശാസ്ത്രജ്ഞനായ ഡോക്ടർ A ശിവതാണു പിള്ള രചിച്ച പുസ്തകമാണ് 40 Years with അബ്ദുൽ കലാം അൺടോൾഡ് സ്റ്റോറീസ് എന്നുള്ളത്. ഇനി 1-2 വിയോഗങ്ങളാണ്. 2020 ഡിസംബറിൽ അന്തരിച്ച ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ തന്നെ മുൻ ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയുമായ വ്യക്തിയാണ് ശ്രീ ദിനേശ്വർ ശർമ്മ. ഇന്റലിജൻസ് ബ്യൂറോയുടെ നിലവിലെ തലവനാരാണ്? ശ്രീ അരവിന്ദ് കുമാറാണ്. അതുപോലെ മറ്റൊരു വിയോഗമാണ് 2020 ഡിസംബറിൽ അന്തരിച്ച മുൻ ഫ്രഞ്ച് പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ പേര് വലേറി ഗിസ്കാർഡ് ഇസ്റ്റെയിൻ എന്നാണ്. നിലവിലെ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമാനുവൽ മാക്രോൺ ആണ്. ഫ്രഞ്ച് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ് ആണ്.
ഫ്രാൻസിന്റെ ക്യാപിറ്റൽ പാരീസ് ആണ്. ഫ്രാൻസിന്റെ കറൻസി യൂറോ ആണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ആണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന് 2020 ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് വർക്കി ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2020 അർഹനായ ഇന്ത്യക്കാരൻ ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 ഡിസംബറിൽ റോഡ് അപകടങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സൗജന്യ ആംബുലൻസ് സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. പശ്ചിമ ബംഗാളാണ് റോഡ് അപകടങ്ങൾക്ക് ഇരയാകുന്നവർക്ക് സൗജന്യ ആംബുലൻസ് സംവിധാനം ആരംഭിക്കുന്ന സംസ്ഥാനം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.